ഇപ്പോൾ UDFിൻ്റെ ആളുകൾ പറയുന്നത് കണ്ടില്ലേ നിങ്ങൾ, 10 വർഷമായില്ലേ മാറട്ടെ എന്നാണ്, 15 വർഷമായില്ലേ മാറട്ടെ എന്നാണ് ഞങ്ങളും പറയുന്നത്. ഏറനാടൻ ശൈലി പോരാട്ടമാണ്, ഫൈറ്റാണ്, പോരാട്ടവീരം, പൊരുതി ജയിക്കുക എന്നതിൻ്റെ ഒരു പര്യായം കൂടിയാണ് ഏറനാട്. എന്തായാലും മാറ്റം എന്നുള്ളത് 100%. ആ കാറ്റിന് എത്രമാത്രം ശക്തിയുണ്ട് എന്നുള്ളത് മാത്രമേ കാണേണ്ടതുള്ളൂ. പ്രചാരണം അവസാന ലാപ്പിലാണ്. മിക്കയിടങ്ങളിലും സ്ഥാനാർത്ഥികൾ വോട്ട് തേടിയുള്ള ഓട്ടപ്പാച്ചിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറത്തെ ഏറനാട് നിയോജക മണ്ഡലത്തിലാണ്. ഏറനാട് നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷഫീർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെ പോകുന്നു അവസാന ലാപ്പിലെ പ്രചാരണം? വളരെ നന്നായി പോകുന്നു, ആവേശകരമാണ് തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവങ്ങൾ. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഏറനാടിൽ ഒരു ഇടത് മൂവ്മെൻറ്റ് കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അതിൻ്റെ ഒരു ആവേശത്തിലാണ് ഞങ്ങളെല്ലാവരും. യുവരക്തത്തെയാണ് ഇത്തവണ നിയോഗിച്ചിട്ടുള്ളത്. ഷഫീർ എന്ന് പറയുന്ന സമര പോരാട്ടങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നൊരു മുഖമാണ്. മണ്ഡലത്തിൽ വിവിധ ഇടങ്ങൾ പര്യടനത്തിനെത്തുമ്പോൾ എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു മറുപടി, അഭിപ്രായങ്ങൾ? ജനങ്ങൾ പോസിറ്റീവാണെന്ന് പറയാൻ കാരണം ഒരുപാട് വികസന കാര്യങ്ങളെക്കുറിച്ചാണ് ജനങ്ങൾ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യുന്നത്. ആ വികസന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കഴിഞ്ഞ 15 വർഷക്കാലമായി അത് ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതാണ് ജനങ്ങളുടെ അഭിപ്രായം. സ്വാഭാവികമായും ആ അഭിപ്രായം സത്യമാകുന്ന ഒരു കാഴ്ചപ്പാടാണ് കാണുന്നത്. അതുവഴി ജനങ്ങൾ സ്വാഭാവികമായിട്ടും ഈ ഒരു നിലപാടിനോട് വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം അവർ ഈ 15 വർഷമായുള്ള അനുഭവങ്ങളിൽ നിന്ന്, ഏറനാട് മണ്ഡലം രൂപീകരിച്ചതിന് ശേഷമുള്ള അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങളിൽ നിന്ന് മണ്ഡലത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. ആ പ്രതിഷേധം ഇടതുപക്ഷത്തിന് അനുകൂലമാകും, അത് വോട്ടായി മാറും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സംബന്ധിച്ച് തുടർച്ചയായിട്ടൊരു പാർട്ടിയുടെ തന്നെ ആൾ വിജയിക്കുക എന്നുള്ളൊരു പ്രത്യേകത കൂടി മണ്ഡലത്തെ സംബന്ധിച്ചിട്ടുണ്ട്. അതിനൊക്കെ തന്നെ മറികടക്കാൻ സാധിക്കുന്നതാണോ വിലയിരുത്തൽ? പിന്നെ തീർച്ചയായിട്ടും സ്വാഭാവികമല്ലേ. ഇപ്പോൾ UDFിൻ്റെ ആളുകൾ പറയുന്നത് കണ്ടില്ലേ നിങ്ങൾ, 10 വർഷമായില്ലേ മാറട്ടെ എന്നാണ്, 15 വർഷമായില്ലേ മാറട്ടെ എന്നാണ് ഞങ്ങളും പറയുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു ചിന്ത താഴെഘട്ടത്തിലുള്ള സാധാരണ അണികളിൽ വരെ, അല്ലെങ്കിൽ സാധാരണ പ്രവർത്തകരിൽ വരെ, എല്ലാ പ്രവർത്തകരിലും, ഇടതുപക്ഷത്തിൻ്റെ മാത്രമല്ല UDFിൻ്റെ ഉൾപ്പെടെയുള്ള പ്രവർത്തകരിൽ വരെ ആ ഒരു ചിന്ത ഇവിടെ ഉണ്ട്. അത് സ്വാഭാവികമായിട്ടും വോട്ടായി മാറും. നിരവധി ജനകീയ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഊർങ്ങാട്ടിരി പോലെയുള്ള പ്രദേശങ്ങളിൽ വന്യമൃഗങ്ങളുടെ ശല്യമൊക്കെ തന്നെ പല ഘട്ടങ്ങളായിട്ട് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ വിഷയങ്ങളിലൊക്കെ തന്നെ ഏത് തരത്തിൽ ഇടപെടുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വന്യജീവികൾ മാത്രമല്ല, മണ്ഡലത്തിലെ വിഷയങ്ങൾ എടുത്താൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്ത് പോകേണ്ടതുണ്ട്. സർക്കാർ കോളേജ് ഇല്ലാത്തൊരു മണ്ഡലമാണ് നമ്മുടെ മണ്ഡലം. സർക്കാർ കോളേജ് ഇല്ലാത്തൊരു മണ്ഡലം എന്നൊരു പ്രത്യേകതയുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും മനസ്സിലായി? എന്തുകൊണ്ട്? ഇടപെടലില്ലാത്തതുകൊണ്ട്, നമുക്ക് ഈ ആവശ്യമുണ്ട് എന്ന് പറയാത്തതുകൊണ്ട്. സർക്കാർ കോളേജിൻ്റെ ആവശ്യം നമുക്കുണ്ടെങ്കിലും അത് ഇവിടെ വേണം എന്ന് ആവശ്യപ്പെടാത്തത് കൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അതോടെ കിട്ടാത്തത്. തൊട്ടപ്പുറത്തെ കൊണ്ടോട്ടി മണ്ഡലത്തിലൊക്കെ സർക്കാർ കോളേജ് വന്നു കഴിഞ്ഞു, താവനൂരിൽ വന്നു കഴിഞ്ഞു, വേങ്ങരയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഏറനാട്ടിൽ അങ്ങനെ ഒരു ആവശ്യം ഇതുവരെ നിയമസഭയിൽ ഉയർന്നിട്ടില്ല, അല്ലെങ്കിൽ ഉന്നയിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാവും ഇത് വരാത്തത്. നിങ്ങൾ ഈ പറയുന്ന ഊർങ്ങാട്ടിരി പഞ്ചായത്തിൽ വന്യജീവികളുടെ വിഷയം മാത്രമല്ല, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കേരളത്തിൽ തന്നെ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളില്ലാത്ത അപൂർവം ചില പഞ്ചായത്തുകൾ ഒരു പഞ്ചായത്താണ് ഈ ഊർങ്ങാട്ടിരി പഞ്ചായത്ത്. ഒരു പഞ്ചായത്തിൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളില്ല, അതാണ് ഊർങ്ങാട്ടിരി പഞ്ചായത്ത്. തീർച്ചയായിട്ടും അങ്ങനെ ഹയർ സെക്കൻഡറി സ്കൂളില്ലാതെ ഇപ്പോഴും നിലവിലും ഹയർ സെക്കൻഡറി സ്കൂളിനുമായി ഒരു ചർച്ചയോ ഒരു കാര്യമോ ഒരു വർത്തമാനമോ അതുമായി ബന്ധപ്പെട്ട് പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. വന്യജീവികളുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ നിലനിൽക്കുന്നൊരു പ്രദേശമാണ് ഊർങ്ങാട്ടിരിയുടെ പ്രദേശവും, അതുപോലെ തന്നെ ചാലിയാറും, നമ്മുടെ മണ്ഡലത്തിലുള്ള ചാലിയാർ ഉൾപ്പെടെയുള്ള മേഖലകൾ. അവിടെ വന്യജീവികൾ എന്ന് പറയുന്ന അർത്ഥത്തിൽ ആന അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കൃഷിയും മനുഷ്യനും ഉപദ്രവിക്കുന്ന തരത്തിലേക്കുള്ള കുഴിയിൽ ചാടിയിട്ടുണ്ട്. ചോലാറ നമ്മുടെ നഗറിലെ പ്രിയപ്പെട്ട ചന്ദ്രേട്ടൻ അവരുടെ മരണത്തിന് കാരണമായിട്ടുണ്ട്. പിന്നെ നമ്മുടെ പനമ്പിലാവിൽ നമ്മുടെ ഒരു സുഹൃത്ത് ഇതുപോലെ ആനയുടെ ആക്രമണം ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കൃഷിയിടങ്ങളിൽ വലിയ നാശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ പറയുന്നത് പിന്നെ ഒരു ആവേശവർത്തമാനം പറഞ്ഞ ആനയെല്ലാം നമ്മൾ തുരത്തി ഓടിക്കുന്നതല്ല. അതിന് സാങ്കേതികമായ സാധ്യതകളും ഭരണപരമായ ഇടപെടലുകളുമാണ് വേണ്ടത്. അതിന് ഫെൻസിങ് ആണെങ്കിൽ ഫെൻസിങ് രൂപപ്പെടുത്തണം, ഡ്രഡ്ജിങ് ആണെങ്കിൽ ഡ്രഡ്ജിങ് രൂപപ്പെടുത്തണം. കാട്ടിനകത്ത് ഇതൊക്കെ സെൻസർ ചെയ്യാനുള്ള AI സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളും അതിനനുസരിച്ചുള്ള ഭരണ നിർമ്മാണങ്ങളും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഫലപ്രദമായി ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നത്. നമുക്ക് മറ്റു പിന്നെ കാടുകളെ പോലെ അല്ലെങ്കിൽ വനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളെ പോലെ കൂട്ടമായുള്ള അക്രമമോ അങ്ങനെയൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ കരുതാവുന്ന തരത്തിലുള്ള അക്രമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഒറ്റപ്പെട്ടതാണെങ്കിലും ഗൗരവമാണ്, അതിൻ്റെ ഗൗരവത്തെ കുറച്ച് കാണുന്നില്ല. എങ്ങനെയുള്ള മനുഷ്യന് നേരെയുള്ള എന്ത് തരത്തിലുള്ള അക്രമങ്ങളാണെങ്കിലും അത് സംഘർഷങ്ങളാണെങ്കിലും സ്വാഭാവികമായിട്ടും അതിനെ ന്യായീകരിക്കാത്ത ആളുകളാണ്. ആ ഒറ്റപ്പെട്ടതാണെങ്കിലും അങ്ങനെയുള്ള സംവിധാനങ്ങളാണെങ്കിലും അതിനെ കൂടി നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ എന്ത് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നമ്മുടെ ചിന്ത ഉണ്ടാകുന്നത്. ഇവിടെയുള്ള ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് അരീക്കോട് താലൂക്ക് ആശുപത്രിയെ ഒരു ഉയർന്ന തലത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത്. അതൊരു ആവശ്യമായിട്ട് നിങ്ങൾക്കും തോന്നുന്നില്ലേ? അത് ഞങ്ങളിതൊക്കെ പറയുമ്പോൾ ആളുകൾ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോയി ഇതെല്ലാം പൊളിറ്റിക്കലി ഓപ്പോസ് പറയാം. നിങ്ങൾ അതൊക്കെ ഈ നാട്ടിലെ ജനങ്ങളോട് ചോദിക്കുക, അവർ പറയും അരീക്കോട് താലൂക്ക് ആശുപത്രി കേരളത്തിൽ ഇങ്ങനെ ഒരു താലൂക്ക് ആശുപത്രി ഇല്ല.
കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ഈ ഗവൺമെൻറ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് 25 കോടി രൂപ പുനർനിർമ്മാണത്തിനും 4 കോടി രൂപ അത് പൊളിച്ച് അതിൻ്റെ ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതിനൊക്കെ ചെലവഴിക്കാൻ വേണ്ടി പണം അനുവദിച്ചതാണ്. നിങ്ങൾ ആ ആശുപത്രി കൂടി ഒന്ന് പോകുമ്പോൾ കണ്ടുപോകണം എന്നാണ് പറയുന്നത്. അവിടുത്തെ ജനങ്ങളോട് തന്നെ ചോദിക്കുക. ഇവിടെ വലിയൊരു വിഭാഗം ജനങ്ങൾ, വലിയ വിഭാഗമല്ല, ഇവിടെയുള്ള ഭൂരിഭാഗം ജനങ്ങളും അതിനെതിരെയുള്ള വലിയ സമരം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി ആ ആശുപത്രിയുടെ വികസനവുമായിട്ട് നിലനിൽക്കുകയാണ്. എന്താണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളത് ചോദിക്കുമ്പോൾ ആ പ്രശ്നം എന്താണെന്ന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല. 15 വർഷമായി അതങ്ങനെ തുടരുകയാണ്. കേരളത്തിലെ ഇത്രയും മോശമായ സ്ഥിതിയിൽ പ്രവർത്തിക്കുന്ന ഒരു താലൂക്ക് ആശുപത്രി ഏതാണ് അത് സംസ്ഥാന സർക്കാരിൻ്റെ തലയിലേക്ക് വെക്കുന്നു എന്നുള്ളതുകൊണ്ടല്ല അതിൻ്റെ ഉദ്ദേശം ഉണ്ടാകേണ്ടത്. അതിൻ്റെ ആശുപത്രിക്ക് വേണ്ടി പുതിയ സ്ഥലമെടുക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ആ സ്ഥലമെടുപ്പ് ഇതുവരെ പൂർണ്ണമാകാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഒരു പുതിയ ഇഷ്ടിക പോലും അവിടെ വെക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഒരു ജനപ്രതിനിധിയോ അല്ലെങ്കിൽ ഒരു സംവിധാനമോ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത് വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇവിടെ ആ ആശുപത്രിയിൽ പ്രസവിച്ചിരുന്ന അല്ലെങ്കിൽ ജനിച്ചു വീണ ഒരുപാട് ആളുകൾ ഈ നാട്ടിലുണ്ട്. ഇപ്പോൾ ആ ആശുപത്രിയിൽ പ്രസവ ചികിത്സയില്ല. അങ്ങനെ ഒരുപാട് എന്താ പറയുക, മോശമായ സാഹചര്യം അല്ലെങ്കിൽ ജനങ്ങൾക്ക് ലഭ്യമാകേണ്ട പൂർണ്ണമായ സാഹചര്യം ലഭ്യമാകാത്തൊരു സ്ഥിതി നമുക്ക് ഈ താലൂക്ക് ആശുപത്രിയുടെ കാര്യത്തിലുണ്ട്. ഇടപെടലിൻ്റെ കുറവുകൾ ആണ് ഇത് വളരെ സൂചിപ്പിക്കുന്നത്. ആ തരത്തിലൊരു ഇടപെടലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് ജനങ്ങൾ തന്നെ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. കൗതുകത്തിന് വേണ്ടി ചോദിക്കുന്നതാ. ഇപ്പോൾ ഏറനാട് നിയോജകമണ്ഡലം എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഏറനാട് എന്ന് പറയുന്നൊരു സ്ഥലം ഇപ്പോൾ നമ്മുടെ മണ്ഡലത്തിലുണ്ടോ? ഇപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും ഏറനാട് എന്ന് പറഞ്ഞാൽ അരീക്കോടായിട്ടാണല്ലോ അത് കണക്കാക്കുന്നത്? അതെന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ചില നാടുകൾ അങ്ങനെയാണ്. ഏറനാട് എന്നതൊരു പ്രദേശമാണ്, പഴയകാലത്തൊരു പ്രദേശമാണ്. കിഴക്കൻ ഏറനാട് എന്നൊക്കെ പറയും. നമ്മൾ ഏറനാടൻ പ്രദേശമുണ്ട്. ഏറനാട് സഖാവ് കുഞ്ഞാലിയുടെ നാടാണ് ഏറനാട്. ഏറനാട് മലബാർ കലാപത്തിൻ്റെ ചരിത്ര ഭൂമികളിൽ വീറുറ്റ ഏറനാട് അങ്ങനെ പ്രത്യേകം. ഏറനാടിൻ്റെ കൂടെ ഒരു പോരാട്ട വീര്യം എല്ലാ കാലത്തും. ഏറനാടൻ ശൈലി പോരാട്ടമാണ്, ഫൈറ്റാണ്, പോരാട്ട വീര്യം, പൊരുതി ജയിക്കുക എന്നതിൻ്റെ ഒരു പര്യായം കൂടിയാണ് ഏറനാട്. അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞാലിയെ പോലെയുള്ള പോരാട്ട വീര്യമുള്ള ആളുകൾ ഇവിടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളായി പൊരുതി ജയിക്കുന്നത്. ഇപ്പോഴത്തെ അരീക്കോട് വാരിയംകുന്നിനൊക്കെ അങ്ങനെയാണ്. മലബാർ കലാപത്തിലെ പോരാട്ടം, വാരിയംകുന്നിൻ്റെ പോരാട്ടം, ഏറനാടൻ ഈ മണ്ണിൽ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു പോരാട്ട വീര്യം നമ്മുടെ ദേഹത്തേക്ക് കയറും. ഈ മണ്ണിൻ്റെ പ്രത്യേകതയാണ്. അരീക്കോട് ഇപ്പോൾ ഇതിൻ്റെ ഒരു കേന്ദ്രമായി പ്രവർത്തിക്കുന്നത്, നമ്മുടെ മണ്ഡലത്തിൻ്റെ ഒരു കേന്ദ്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അരീക്കോടാണ്. നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാനൊക്കെ കേന്ദ്രീകരിക്കാനൊക്കെ നമ്മൾ ഇപ്പോൾ അരീക്കോടാണ് ഏറ്റവും കൂടുതൽ ആക്സസ് എല്ലാ ഭാഗത്തേക്കും എന്നുള്ളതുകൊണ്ട് അരീക്കോടാണ് ഇപ്പോൾ നമ്മൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. ഒരു യുവാക്കളുടെ പ്രതിനിധി നിലയിൽ മത്സരിക്കുമ്പോൾ വലിയ പിന്തുണ പല കോളുകളിൽ നിന്ന് ലഭിക്കും, അങ്ങനെ വിലയിരുത്തുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും അതൊക്കെ നമുക്കങ്ങനെ തുറന്നു പറയാൻ കഴിയുന്ന സാഹചര്യമല്ലോ. 9-ാം തീയതി വരെ നമ്മളതിൻ്റെ കൂടുതൽ പ്രതീക്ഷകളിലേക്ക് പോകുന്ന സാഹചര്യമാണ്. ഓരോ ദിവസവും നമുക്ക് കൂടുതൽ പോസിറ്റീവ് ആകാൻ, കൂടുതൽ എനർജറ്റിക് ആകാൻ കൂടുതൽ കാരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട. കാറ്റ് ഏറനാട്ടും വീശുന്നുണ്ട്. പിന്നെ എന്തായാലും മാറ്റം എന്നുള്ളത് 100%. ആ കാറ്റിന് എത്രമാത്രം ശക്തി ഉണ്ട് എന്നുള്ളത് മാത്രമേ കാണേണ്ടതുള്ളൂ. ആശംസകളും നിരക്കുകയാണ്. എന്തായാലും ഉഷാറായിട്ട് നടക്കട്ടെ. ഏറനാട്ടെ LDF സ്ഥാനാർത്ഥിയാണ് നമ്മളോട് സംസാരിച്ചത്. മാറ്റത്തിൻ്റെ കാറ്റ് ഏറനാട്ടും വീശുന്നുണ്ട്, അത് വലിയ രീതിയിൽ പ്രതിഫലിക്കും, മാറ്റമുണ്ടാകുമെന്നുള്ളതാണ് ഷഫീർ നമ്മളോട് പങ്കുവെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, റിപ്പോർട്ടർ മലപ്പുറം.